ദാ മുഖത്തും കയ്യിലും കാലിലും ബോഡി ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം. പ്രത്യേകിച്ച് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. ആകെ രണ്ട് ഇൻഗ്രീഡിയൻറ്റേ ഉള്ളൂ കേട്ടോ. ഒന്ന് ഉഴുന്ന്, ഒന്ന് പാല്. ഈ ഉഴുന്ന് തലേ ദിവസം നമ്മൾ പാലിൽ സോക്ക് ചെയ്യാൻ വയ്ക്കുക. വെള്ളത്തിലായാലും കുഴപ്പമില്ല, പാലിലാണെങ്കിൽ കൂടുതൽ ഇഫക്റ്റീവാണ് കേട്ടോ നമുക്ക്. എന്നിട്ട് ഇത് നല്ലപോലെ ഫൈനായിട്ട് അരച്ചെടുക്കുക. ഉഴുന്നായതുകൊണ്ട് അങ്ങനെ അരഞ്ഞും കിട്ടും. ഉഴുന്ന് നമുക്ക് ബ്രൈറ്റൻ ആക്കുന്നതിനും നമ്മുടെ സ്കിന്നിലെ ടാന് പോകുന്നതിനും പിഗ്മെൻറ്റേഷൻ പോകുന്നതിനും ഒക്കെ ബെസ്റ്റാണ് കേട്ടോ. ഇനി നമുക്കിത് അപ്ലൈ ചെയ്യാം. ഇതിൽ വേറെ ഇൻഗ്രീഡിയൻറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം. നമുക്കിത് അപ്ലൈ ചെയ്യാം. ഒരു ക്രീമിയാണ് കേട്ടോ. നമുക്ക് അപ്ലൈ ചെയ്യാനൊക്കെ ഭയങ്കര സുഖമായിരിക്കും, പക്ഷെ നമുക്കിത് കഴുകി കളയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. വേറെ ഒന്നല്ല, ഉഴുന്നായതുകൊണ്ടാണ്. ഉഴുന്നും ഉലുവയൊക്കെ നമുക്ക് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് കഴുകി കളയാൻ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് കുറച്ച് നേരം ഇതിൻ്റെ കൂടെ ഇങ്ങോട്ട് മസാജ് ചെയ്യാം കേട്ടോ. കഴുകി കളയാൻ എളുപ്പത്തിനല്ല കേട്ടോ. പെട്ടെന്ന് എന്താ പറയുക, സ്കിന്നിൻ്റെ ടാനും കാര്യങ്ങളൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മുടെ കണ്ണിൻ്റെ അവിടേക്ക് ആയതുകൊണ്ട് കുഴപ്പമില്ല, കണ്ണിൻ്റെ ഉള്ളിലേക്കല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താ പറയുക, പെട്ടെന്ന് അത് എഫക്റ്റീവാണ് കേട്ടോ ആ ഒരു കാര്യം. ഇങ്ങനെ നമ്മൾ മസാജ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളി റിസൾട്ടാണ് നമുക്ക് കിട്ടുക. ഇങ്ങനെ റൗണ്ടായിട്ട് നമ്മൾ മസാജ് ചെയ്യുക. പെട്ടെന്ന് സ്കിന്നിലേക്ക് അത് പെനട്രേറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഒരു 2-3 മിനിറ്റ്സോ 5 മിനിറ്റ്സോ കൈ കഴിക്കാത്തവർക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചെയ്യാം, ഒരു പ്രശ്നമില്ല കേട്ടോ. അടിപൊളി റിസൾട്ടാണ് നമുക്ക് കിട്ടുക. ഉഴുന്നും ഉലുവയൊക്കെ എങ്ങനെ നമ്മൾ പാലിൽ സോക്ക് ചെയ്ത് വെച്ചിട്ട് കാലത്ത് ഇതുപോലെ എന്താ പറയുക അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. അല്ലെങ്കിൽ വൈകിട്ടായാലും മതി, പാക്ക് ഉണ്ടാക്കി വെച്ചിട്ട് കേട്ടോ. രാത്രിയോ വൈകിട്ടോ എപ്പോഴാണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. അങ്ങനെ അടിപൊളി റിസൾട്ടാണ് കേട്ടോ. കഴുത്തിലും കാലിലും നമുക്കൊരു എന്താ പറയുക, ബോഡിയിൽ ഫുള്ളായിട്ട് ഇത് അപ്ലൈ ചെയ്യാം. ഒരു ആഴ്ചയിൽ 2 തവണയും ആഴ്ചയിൽ 1 തവണയും ഒക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാൻ അതേ കയ്യിലും കൂടെ ഒന്ന് വെറുതെ അപ്ലൈ ചെയ്യുന്നുണ്ട്. നമുക്കിനി ഒരു കാര്യം ചെയ്യാം, ഇത് ഉണങ്ങട്ടെ കേട്ടോ. എന്നിട്ട് നമുക്കിത് കഴുകി കളഞ്ഞിട്ട് കാണാം. ഗൈസ്, അതപ്പോൾ കയ്യിലൊക്കെ നല്ല പോലെ ഉണങ്ങിയിട്ടോ. ഇതിങ്ങനെ പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ കൈ നിങ്ങൾക്ക് വയസ്സായ കൈ പോലെയായി, അത്രത്തോളം ഉണങ്ങിയിട്ടോ. അപ്പോൾ മുഖത്ത് കുറച്ചും കൂടി ഉണങ്ങാണ്ട്, പക്ഷേ അത് കഴുകുകയാണ് നല്ല പോലെ വലിയുന്ന പോലെ ഫീൽ ആവുന്നുണ്ട്. അപ്പോൾ ഞാനത് കഴുകിയിട്ട് കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾ കൈയൊക്കെ കഴുകി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇൻസ്റ്റൻ്റായിട്ടൊരു ഗ്ലോയും കിട്ടി, അതുപോലെ തന്നെ എന്താ പറയുക, നല്ല സോഫ്റ്റ് ആവും ചെയ്യും കേട്ടോ നമ്മുടെ സ്കിൻ. ഇനി ഇതും തുടച്ച് കാണിച്ചു തരാം. മുഖം ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് ആക്കി കാണിച്ചു തരാമെന്ന് വെച്ചിട്ട് വെള്ളത്തിൽ മുക്കിയൊരു തുണി എടുത്തിട്ടുണ്ട് കേട്ടോ. കേട്ടോ, നല്ലൊരു ഗ്ലോ കിട്ടിയില്ലേ. അപ്പോൾ ഗൈസ് ഇതാണ് നിൽക്കണമെന്നൊന്നും പറയാം. അപ്പോൾ ഗൈസ് ഇതാണ് കേട്ടോ റിസൾട്ട് എന്ന് പറയുന്നത്. നല്ല പോലെ ബ്രൈറ്റൻ ആയിട്ടുണ്ട് കേട്ടോ സ്കിന്നിൽ. ഇന്നലെ കടലിൽ പോയിട്ടൊക്കെ ടാൻ അടിച്ച് വയ്യാണ്ടായി. അപ്പോൾ പിന്നെ ഇന്ന് ഈ ഒരു പാക്ക് ചെയ്തതോടുകൂടി ഒരു ആശ്വാസമായിട്ടാണ്. നല്ലോണം സ്കിന്ന് സോഫ്റ്റ് ആവുകയും ചെയ്തു, അതുപോലെ തന്നെ ബ്രൈറ്റ് ആവുകയും ചെയ്തു കേട്ടോ. അപ്പോൾ നിങ്ങൾ വീക്ക്ലി 1 വീക്ക്ലി 2 നമുക്കിത് ചെയ്യാവുന്നതാണ് കേട്ടോ. അടിപൊളി റിസൾട്ടാണ് നമുക്ക്. പ്രത്യേകിച്ച് ഈ ഉലുവയും ഉഴുന്നും അരിപ്പൊടി മാത്രം മതി നമ്മുടെ സ്കിന്ന് ബ്രൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അടിപൊളിയാണ്. അപ്പോൾ വിളിച്ചോടങ്ങിയ അപ്പോൾ എത്രയുള്ള വീഡിയോ. സബ്സ്ക്രൈബ് ചെയ്ത് പോണേ.